എല്ലാവർക്കും നമസ്കാരം. മലയാളത്തിലെ ആദ്യത്തെ ടാരോ റീഡിംഗ് ചാനലായിട്ടുള്ള മായ ചാനലിലേക്ക് സ്വാഗതം. തിരുവോണം നക്ഷത്രക്കാർക്ക് ഈ വരുന്ന ഒരു വർഷക്കാലത്തെ വിഷുഫലം എങ്ങനെയാണെന്ന് നോക്കാം. അതിലേക്ക് കിടക്കുന്നതിന് മുമ്പ് പ്രൈവറ്റ് കൺസൾട്ടേഷൻ താല്പര്യമുണ്ടെങ്കിൽ ഡീറ്റെയിൽസ് ആയി ഡിസ്ക്രിപ്ഷനിലുണ്ട്, നോക്കാവുന്നതാണ്. നമുക്ക് റീഡിങ്സിലേക്ക് കിടക്കാം. ഒരു വർഷക്കാലത്തെ വിഷുഫലം തിരുവോണം നക്ഷത്രക്കാർക്ക്. ആദ്യം തന്നെ 6 of Wands, 9 of Wands, King of Swords, Ace of Cups, 9 of Swords, and last Queen of Wands energy connections ആണ്. നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഈ വർഷം എന്ന് പറയുന്നത് മെയിൻ തീം നിങ്ങൾ ഏറ്റവും നല്ല ഏറ്റവും ഇൻഡിപെൻഡൻ്റ് ആയിട്ട് സ്വതന്ത്രമായിട്ട് ചിന്തിക്കാനും പ്രവർത്തിക്കാനും ഒക്കെ പറ്റുന്ന സമയമാണ്. അപ്പോൾ സാമ്പത്തിക സ്വാതന്ത്ര്യം ഉണ്ടാകുന്നുണ്ട്. അതുകൊണ്ട് തന്നെ സ്വതന്ത്രമായിട്ട് ജീവിതത്തിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ ഇഷ്ടപോലെ കാര്യങ്ങൾ ചെയ്യാൻ പറ്റുന്ന സിറ്റുവേഷനാണ്. അപ്പോൾ ജോലിയില്ലാത്ത ഒരാൾ പാരൻസിൻ്റെ കൂടെ താമസിക്കുന്നവരാണെങ്കിൽ സംബന്ധിച്ചിടത്തോളം നിങ്ങൾക്ക് ജോലിയാവുന്നു, നിങ്ങളുടെ കാര്യങ്ങൾ നിങ്ങൾക്ക് നോക്കാനുള്ളൊരു സാമ്പത്തിക സ്ഥിതി കാര്യങ്ങളാവുന്നു. അപ്പോൾ സ്വന്തമായിട്ട് ചിന്തിക്കാനും പ്രവർത്തിക്കാനും ഉള്ള ഒരു രീതിയിലേക്ക് വരുന്നു, അല്ലെങ്കിൽ ഒരു കോൺഫിഡൻസ് ഉണ്ടാകുന്നു, അതായത് സ്വന്തം ഇഷ്ടത്തിന് കാര്യങ്ങൾ ചെയ്യാം എന്നുള്ളത് രീതിയിലേക്ക് വരുന്നുണ്ട്. അതേപോലെ 7 of Wands and 9 of Swords എനർജി കണക്ഷൻസ് ആണ്. അപ്പോൾ ഈ ഒരു സിറ്റുവേഷൻ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം പേഴ്സണൽ ലൈഫിൽ നിങ്ങൾക്ക് വളരെയധികം ഒരു ആരോഗ്യപരമായിട്ടുള്ള മാറ്റം ഉണ്ടാകുന്നുണ്ട്. മാനസികാരോഗ്യം കൂടുതലായിട്ട്, കാരണം നിങ്ങൾ അടുത്തിടയ്ക്ക് അല്ലെങ്കിൽ ഇപ്പോൾ ഭയങ്കരമായിട്ടൊരു ഓവർ തിങ്കിങ്, അമിതമായിട്ട് ചിന്തിച്ച് കാട് കയറി പോകുന്ന രീതിയുള്ളതുകൊണ്ട് ഭയങ്കരമായിട്ട് ടെൻഷൻ, ഭാവിയെക്കുറിച്ചിട്ടുള്ള ആങ്സൈറ്റി കാര്യങ്ങളുണ്ടാവാം. പ്രസൻറ്റ് സിറ്റുവേഷനെ കുറിച്ചുള്ള സ്ട്രെസ്, ടെൻഷൻ, ഇതൊക്കെ നിങ്ങളെ ബാധിക്കുന്ന കാര്യങ്ങളാവും. ഇതൊക്കെ നിങ്ങൾ ഭയങ്കരമായിട്ട് അഫക്റ്റഡ് ആവുന്നുണ്ട്. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ നിങ്ങളിൽ നിന്ന് മാറുന്ന ഒരു സിറ്റുവേഷൻ. അതേപോലെ തന്നെ ജീവിത സാഹചര്യങ്ങൾ നിങ്ങൾ പല രീതിയിലുള്ള മാറ്റങ്ങൾ വരുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള മാറ്റങ്ങൾ ഏത് തരത്തിൽ ആണ് നിങ്ങളെ ബാധിക്കുന്നത് എന്നുള്ളത് നിങ്ങൾ ജീവിതത്തെ നോക്കിക്കാണുന്ന സമയമാണ്. അതേപോലെ ഈ അനാവശ്യ സ്ട്രെസ് എടുക്കുന്ന അമിതമായിട്ടുള്ള ആലോചനകൾ, ചിന്തകളൊക്കെ പതുക്കെ നിങ്ങൾ കുറച്ച് വരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ മാനസികാരോഗ്യം വളരെയധികം മെച്ചപ്പെടുന്ന ഒരു സിറ്റുവേഷനാണ്. അതേപോലെ തന്നെ പേഴ്സണൽ ലൈഫ് കൂടാതെ നിങ്ങളുടെ ജോലി സംബന്ധമായിട്ട് ഔദ്യോഗിക ജീവിതത്തിൽ പറയുകയാണെങ്കിൽ വളരെയധികം മെച്ചമുള്ളൊരു വർഷമാണ്. കാരണം പ്രമോഷൻ, ശമ്പള വർധനവ് കൂടിയ കാര്യങ്ങളൊക്കെ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം സൂചിപ്പിക്കുന്നുണ്ട്. അതേപോലെ ബോണസ് കാര്യങ്ങൾ ഈ ഒരു വർഷം എന്ന് പറഞ്ഞാൽ നിങ്ങൾ ബോണസോ അല്ലെങ്കിൽ കൂടുതലായിട്ട് അഡീഷണലായിട്ട് എന്തെങ്കിലും നേട്ടങ്ങൾ ഉണ്ടാകുന്നുണ്ട്. അതായത് സ്ഥിരമായിട്ടുള്ള വരുമാനത്തിലാണ്. കാരണം സ്ഥിരമായിട്ട് എല്ലാ മാസവും ഒരു നേട്ടം ഉണ്ടായാൽ പിന്നെ കണ്ടിന്യൂസ്ലി മുമ്പോട്ടേക്ക് അത് വന്നുകൊണ്ടിരിക്കുന്നത്, അതായത് ശമ്പള വർധനവ് പോലുള്ള കാര്യങ്ങളാകാം. അതുകൂടാതെ തന്നെ അപ്രതീക്ഷിതമായിട്ടുള്ളൊരു ധനലാഭം, പെട്ടെന്ന് കയ്യിലേക്ക് കുറച്ചധികം പൈസ വരുന്നത് പല സാഹചര്യങ്ങളാവും, പലരെയും സംബന്ധിച്ച് വ്യത്യസ്തങ്ങളായിട്ടുള്ള സാഹചര്യങ്ങളാവും. ആ ഒരു രീതിയിൽ പെട്ടെന്ന് ധനം കയ്യിലേക്ക് എത്തുന്നു എന്നുള്ള രീതിയിൽ സൂചിപ്പിക്കുന്നുണ്ട് അപ്രതീക്ഷിതമായിട്ടുള്ളൊരു ധനലാഭം. അതേപോലെ തന്നെ 9 of Wands and Ace of Cups എനർജി കണക്ഷൻസ് ആണ്. അപ്പോൾ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം കുറച്ചധികം നാളായിട്ട് നിങ്ങൾ എന്തിനു വേണ്ടി പരിശ്രമിക്കുന്നതായിട്ട് കാണുന്നുണ്ട്. ആ പരിശ്രമം ഫലം കാണുന്ന ഒരു സിറ്റുവേഷനാണ്. അപ്പോൾ നമ്മൾ ചില ആളുകളെ സംബന്ധിച്ചിടത്തോളം അതായത് കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് അവരുടെ മുമ്പിൽ അവസരം വന്നാലും ആ അവസരം അവർ ഉപയോഗപ്പെടുത്തുന്നില്ല. അവസരം അവർ ഉപയോഗപ്പെടുത്താതിരിക്കുമ്പോൾ എന്താണ് അവരുടെ കയ്യിലേക്ക് വരുന്നത് എന്നുള്ളത്, അതായത് നമ്മളൊരു കാര്യം മനസ്സിലാഗ്രഹിക്കുന്ന, അല്ലെങ്കിൽ നമുക്ക് ആഗ്രഹമുണ്ട്, ആഗ്രഹം മാത്രം ഉണ്ടായിട്ട് കാര്യമില്ല, അതിനുവേണ്ടി ആക്ഷനും കൂടി എടുക്കണം. ബാക്കി നമ്മൾ പറയുള്ളൂ താൻ പാതി ദൈവം പാതി എന്നുള്ളത്, 50-50. അപ്പോൾ നിങ്ങളുടെ പാതി നിങ്ങൾ ചെയ്യാതെ ദൈവത്തിൻ്റെ പാതി കൊണ്ട് മാത്രം ജീവിക്കാമെന്ന് വിചാരിക്കുന്ന ഒരു ചിന്തയാണ്, ഒരു കോൺഫിഡൻസ് ഇല്ലായ്മയാണ്. അപ്പോൾ ചിലപ്പോൾ മനഃപൂർവ്വമായിട്ട് ചെയ്യുന്നതായിരിക്കില്ല. നിങ്ങൾക്ക് ആ ഒരു കോൺഫിഡൻസ് ഇല്ലായ്മ, മുമ്പോട്ടേക്ക് പോകാൻ അല്ലെങ്കിൽ സ്റ്റെപ്സ് എടുക്കാനുള്ള ധൈര്യം ഇല്ല, അങ്ങനെയൊക്കെ ആവാം. പക്ഷെ അങ്ങനെ നോക്കി നിന്നാൽ, നമ്മൾ പറയില്ലേ, നോക്കി നിന്നാൽ ഒന്നും നടക്കില്ല. നിങ്ങൾക്കത് വേണമെങ്കിൽ നിങ്ങൾ അതിന് വേണ്ടിയിട്ട് ഫൈറ്റ് ചെയ്യണം, അതിനുവേണ്ടി ശ്രമിക്കണം. ഇവിടെ ആ ഒരു ശ്രമത്തിൻ്റെ ഭാഗത്തിൽ കോൺഫിഡൻസ് ഇല്ലാത്തത് കൊണ്ടോ എന്തുകൊണ്ടോ അധികം കാണുന്നില്ല. അപ്പോൾ ഈ വരുന്ന വർഷം മുന്നോട്ടേക്ക് കൂടുതലായിട്ട് പോകുമ്പോൾ നിങ്ങളുടെ ഭാഗത്തു നിന്ന് ശ്രമങ്ങളുണ്ട്. അത് നിങ്ങൾക്ക് വേണ്ടിയിട്ട് നിങ്ങൾ നിലകൊള്ളാൻ ശ്രമിക്കുന്നു, നിങ്ങൾക്ക് ആത്മവിശ്വാസം കൂടുന്നു, നിങ്ങൾ പരിശ്രമിക്കുന്നു. അപ്പം പല സാഹചര്യങ്ങൾ, ഇപ്പോൾ നിങ്ങൾ ജോലി സാഹചര്യങ്ങളിലാണെങ്കിൽ പോലും നിങ്ങളുടേതായിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾ പ്രൊമോട്ട് ചെയ്യേണ്ട സിറ്റുവേഷൻ, നിങ്ങളൊരു കാര്യം ചെയ്തു ബാക്കിയെല്ലാം നോക്കി, ചില സിറ്റുവേഷനിൽ ചില ആളുകൾ വളരെ കാമായിരിക്കും, പക്ഷേ അവർക്കറിയാം എവിടെ എന്തെങ്ങനെ ചെയ്യണം എന്നുള്ളത്. കുറച്ച് സ്ട്രാറ്റജിക് ആയിട്ട്, അതായത് ബുദ്ധിപരമായിട്ട് തന്ത്രപരമായിട്ട് ഇരിക്കുകയാണെങ്കിലാണ് ഒരു മുന്നേറ്റം ഉണ്ടാകുന്നത്.
അപ്പോൾ അത് നിങ്ങൾ മനസ്സിലാക്കുക, അതിനനുസരിച്ച് പ്രവർത്തിക്കുകയും ചെയ്യും. കാരണം അല്ലാത്ത പക്ഷം ഒന്നും കാര്യങ്ങൾ മുന്നോട്ടേക്ക് നീങ്ങുന്നില്ല എന്നുള്ളതാണ് സൂചിപ്പിക്കുന്നത്. അപ്പോൾ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം 9 ഓഫ് ഫോൺസ് എനർജി കണക്ഷൻസ് ആണ്. അപ്പോൾ ജോബ് ഫുൾഫിൽമെൻറ്റ് ഉണ്ടാകുന്നുണ്ട്. പുതിയ പ്രോപ്പർട്ടി നിങ്ങൾ വാങ്ങിക്കുന്ന ഒരു സിറ്റുവേഷൻ സൂചിപ്പിക്കുന്നുണ്ട്. ജീവിതത്തിൽ ഒത്തിരി സാക്രിഫൈസസ് ഉണ്ടാവുന്നുണ്ട്. നിങ്ങൾ മുന്നോട്ടേക്ക് പോകുമ്പോൾ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ ആഗ്രഹിച്ച കാര്യങ്ങൾ നേടുന്നൊരു സിറ്റുവേഷന് അതിനു വേണ്ടി നിങ്ങൾ പരിശ്രമിക്കുന്നു. അതേപോലെ നിങ്ങളുടേതായിട്ടുള്ള ചില കാര്യങ്ങളുണ്ട്. ഇപ്പോൾ പ്രോപ്പർട്ടി, അതുപോലെ മറ്റ് ചില കാര്യങ്ങളും തർക്കങ്ങൾ സിറ്റുവേഷൻസ് ഉണ്ട്. അപ്പോൾ നമ്മളിപ്പോൾ ഫാമിലി, അതായത് ബന്ധുക്കളുടെ ഇടയിലായിരിക്കും. പക്ഷെ പിന്നെ സ്വത്ത് കാര്യങ്ങൾ വരുമ്പോൾ പലരും ആ ബന്ധങ്ങൾ മറക്കുന്നുണ്ടാവാം, അല്ലെങ്കിൽ അവർക്ക് അർഹതപ്പെട്ടതല്ലെങ്കിൽ കൂടി അതിനുവേണ്ടി ശ്രമിക്കാം. അപ്പോൾ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ചില സിറ്റുവേഷനിൽ നമ്മൾ പറയുമല്ലോ, ഇപ്പോൾ മഹാഭാരതത്തിൽ സഹോദരങ്ങൾ തമ്മിലാണ് യുദ്ധം ഉണ്ടായിട്ടുള്ളത്. അപ്പോൾ ധർമ്മം ഏത് ഭാഗത്താണോ ധർമ്മത്തിൻ്റെ കൂടെ നിലകൊള്ളുക എന്നുള്ളതാണ്. അപ്പോൾ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം നിങ്ങളുടെ ഭാഗത്താണ് ശരിയെങ്കിൽ നിങ്ങൾക്കായിട്ട് നിലകൊള്ളുക, അതിലൊരു തെറ്റുമില്ല എന്നുള്ളതാണ് സൂചിപ്പിക്കുന്നത്. ചില ആളുകളെ സംബന്ധിച്ചിടത്തോളം ഇവിടുത്തെ എനർജി സൂചിപ്പിക്കുന്നതെന്ന് വെച്ചാൽ ഒന്ന് 9 ഓഫ് വോൺസ് ആൻഡ് ക്യൂൻ ഓഫ് ഫോൺസ് എനർജിയാണ്. അപ്പോൾ ചില ആളുകൾ, ഇപ്പോൾ നിങ്ങൾ സാമ്പത്തികമായിട്ട് ഇത്തിരി മുന്നിട്ട് നിൽക്കുകയാണ്, വേറൊരാൾ സാമ്പത്തികമായിട്ട് പുറകിലാണ് എങ്കിൽ അവർ സാമ്പത്തികമായിട്ട് മുന്നേറാനൊന്നും ശ്രമിക്കുന്നില്ല, വെറുതെ ഇരുന്ന് ചിലപ്പോൾ കാരണവന്മാരുടെ കയ്യിൽ നിന്ന് കിട്ടിയ പൈസ വെച്ചിട്ട് ജീവിക്കുന്നവരായിരിക്കും, അല്ലെങ്കിൽ ഒന്നും ശ്രമിക്കുന്നില്ല. നിങ്ങൾ ഹാർഡ് വർക്ക് ചെയ്തിട്ടാണ് മുന്നോട്ടേക്ക് പോയത്. അപ്പോൾ ഒരാളുടെ കയ്യിൽ കൂടുതൽ കാശുണ്ട് മറ്റേ ആളെക്കാളും എന്ന് വിചാരിച്ചിട്ട് ഇനി പൂർവികമായിട്ടുള്ള സ്വത്തോ അല്ലെങ്കിൽ മറ്റുള്ള കാര്യങ്ങളോ അവർക്ക് ആവശ്യമില്ല എന്നുള്ള തീരുമാനങ്ങൾ ചില ആളുകൾ എടുക്കുന്നുണ്ടാവും, അല്ലെങ്കിൽ അവർ ചിന്തിക്കാൻ തുടങ്ങുന്നുണ്ട്. അപ്പോൾ എന്തുകൊണ്ട് ഇവർക്ക് കൊടുത്തുകൂടാ എന്നുള്ള, അല്ലെങ്കിൽ കുറച്ച് കൂടുതൽ സമ്പാദിക്കുമ്പോൾ അപ്പോൾ ഒരാൾക്കൊരു കാര്യം കൊടുക്കുന്നത് മനസ്സറിഞ്ഞ്, ഇപ്പോൾ ഒരാൾ സാമ്പത്തികമായിട്ട് താഴേക്കിടയിലാണ്, അവരെത്ര ശ്രമിച്ചിട്ടും മുന്നേറാൻ പറ്റുന്നില്ലാത്ത സിറ്റുവേഷനിൽ നിങ്ങൾക്ക് അവരുടെ സിറ്റുവേഷൻ അറിയാം, നിങ്ങൾ അവരുടെ ഭാഗത്തേക്ക് നിങ്ങൾ സഹായം ചെയ്യുന്നു എന്നുള്ള രീതിയിൽ. പക്ഷെ അതേസമയം തന്നെ ഒന്നും ചെയ്യാതിരിക്കുന്ന ആളുകൾ മറ്റൊരാളുടെ കയ്യിൽ പൈസ കണ്ടിട്ട് അവർ അതെനിക്കാണ് എന്നുള്ള എൻടൈറ്റിൽ കാരൻസ് നമ്മൾ പറയും, എനിക്കാണെന്നുള്ളൊരു ചിന്തയിൽ അവർ ജീവിക്കാൻ തുടങ്ങുന്നു. അങ്ങനെയുള്ള ആളുകളോടുള്ളൊരു സഹതാപവും കാര്യങ്ങളൊക്കെ നിങ്ങൾ ഒഴിവാക്കുകയാണ്. അതായത് നിങ്ങൾ ധർമ്മത്തിൻ്റെ ഭാഗത്ത് നിൽക്കുന്നു എന്നുള്ള രീതിയിൽ, ന്യായത്തിൻ്റെ ഭാഗത്ത് നിൽക്കുന്നു എന്നുള്ള രീതിയിലാണ് ഇതിവിടെ സൂചിപ്പിക്കുന്നത് നിങ്ങളെ സംബന്ധിച്ചിടത്തോളം. പിന്നെ പലരെയും സംബന്ധിച്ചിടത്തോളം ഈ ഒരു സിറ്റുവേഷനിൽ നിങ്ങൾ എന്ന് പറയുന്ന വ്യക്തി, അതായത് പറയുന്ന കാര്യങ്ങളിൽ വ്യക്തത ഇല്ലാത്തത്, നന്നായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാത്ത ആളുകൾ, അങ്ങനെയുള്ള ആളുകളായിട്ട് അങ്ങനെയുള്ളവരിൽ നിന്ന് മാറി നിൽക്കുന്നു. പറയുന്ന കാര്യങ്ങൾ സത്യസന്ധത കുറവുള്ളവർ, നിങ്ങൾ പ്രധാനപ്പെട്ട തീരുമാനങ്ങൾ എടുക്കുന്ന ഒരു വർഷമാണ്. ചില ബന്ധുക്കൾ അതുകൊണ്ട് തന്നെ മാറിപ്പോകുന്നുണ്ട്, അകന്നു പോകുന്നുണ്ട്. ചില നല്ല ബന്ധങ്ങൾ നിലനിൽക്കുന്നുണ്ട്, പുതിയ ചില നല്ല ബന്ധങ്ങൾ വരുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെയൊക്കെ ഉള്ളൊരു സിറ്റുവേഷൻ ലൈഫിൽ ഉണ്ടാകുന്നുണ്ട്. അതായത് ശത്രുവാര് മിത്രമാരെന്ന് നിങ്ങൾ തിരിച്ചറിയുന്നൊരു സമയം എന്ന് പറയാം. കിങ് ഓഫ് സോഡ്സ് എനർജി ആൻഡ് 9 ഓഫ് സോഡ്സ് എനർജി സിറ്റുവേഷൻസ് ആണ്. അപ്പോൾ ഇവിടെ ചില ആളുകളെ സംബന്ധിച്ച് മറ്റൊരു കാര്യം പറയാനുള്ളത്, നിങ്ങൾ വിദ്യാർത്ഥികളാണെങ്കിൽ വിദ്യാഭ്യാസപരമായിട്ട് നിങ്ങൾ ഒത്തിരി ഉയരത്തിലേക്ക് പോകുന്നു, സാമ്പത്തികമായിട്ടും ഉയരത്തിലേക്ക്. വിദ്യാർത്ഥികളാണെങ്കിൽ ഇപ്പോൾ സാമ്പത്തികമായിട്ട് നേട്ടം ഉണ്ടാകുന്നുണ്ട്, ഇൻറ്റേൺഷിപ്പൊക്കെ ചെയ്യുന്നവർ. അതേപോലെ പെയ്ഡ് ഇൻറ്റേൺഷിപ്പ് ആയിരിക്കും ചില ആളുകൾ. അപ്പോൾ സാമ്പത്തികമായിട്ട് കുറച്ച് നേട്ടം, സൈഡായിട്ട് എന്തെങ്കിലും ചെറിയ വരുമാനം ഉണ്ടാക്കാനായിട്ട് ശ്രമിക്കുന്നു, വിദ്യാഭ്യാസം നല്ല രീതിയിൽ മുന്നോട്ടേക്ക് കൊണ്ടുപോകുന്നു, അടുത്ത സ്റ്റെപ്പിലേക്ക് പോകുന്നു, ഉയർന്ന വിദ്യാഭ്യാസത്തിലേക്ക് പോകുന്ന സിറ്റുവേഷനൊക്കെ കാണിക്കുന്നുണ്ട്. അതേപോലെ തന്നെ പ്രൊഫഷണലി ജോലിയിൽ മുന്നേറുമ്പോൾ നിങ്ങളുടെ ഒപ്പം ഉണ്ടായിരുന്ന ആളുകൾക്ക് ചിലപ്പോൾ കാരണം നമ്മൾ അതേ പൊസിഷനിൽ നിന്നിട്ട് ഉയർന്ന സ്ഥാനത്തേക്ക് പോകുമ്പോൾ പലരും പലതരത്തിലുള്ള ആളുകളാണ്, പലതരത്തിലുള്ള ചിന്തകൾ വരാം. അപ്പോൾ ആളുകളുടെ മാനസികാവസ്ഥ ചെറിയൊരു അസൂയ കുശുമ്പ് കൊണ്ടായിരിക്കാം നിങ്ങളെ വേറെ രീതിയിൽ നിങ്ങൾ ചെയ്യുന്ന പ്രവൃത്തികളെല്ലാം അവർ വളരെയധികം സ്ക്രൂട്ടിനൈസ് ചെയ്ത്, അല്ലെങ്കിൽ എല്ലാം നല്ല പൊസിഷനിൽ പോകുമ്പോൾ നിങ്ങളുടെ സ്വഭാവം മാറി എന്നുള്ള രീതിയിൽ. പക്ഷേ ഒരു പൊസിഷനിൽ നിൽക്കുമ്പോൾ ആ പൊസിഷൻ അനുസരിച്ചിട്ടാണ് നിങ്ങൾ ബിഹേവ് ചെയ്യേണ്ടത്. അപ്പോൾ അതിനനുസരിച്ചിട്ട് നിങ്ങൾ പെരുമാറുന്നതിൽ ഒരു മനസ്താപം തോന്നേണ്ട ആവശ്യമില്ല. കാരണം അതങ്ങനെ ആയിരിക്കണം. ഈ പൊസിഷനിൽ നിൽക്കുമ്പോൾ നിങ്ങൾക്ക് ചില ഉത്തരവാദിത്തങ്ങളുണ്ട്, അതിനനുസരിച്ചിട്ട് മുന്നോട്ടേക്ക് പോവാം. മറ്റുള്ളവരെ പ്രീതിപ്പെടുത്താൻ വേണ്ടിയിട്ട് നിങ്ങൾ താഴ്ത്തോട്ട് വരികയോ ഓവറാക്കുകയോ ചെയ്യാതിരിക്കുക എന്നുള്ളതാണ്. അപ്പോൾ അങ്ങനെയുള്ള ചില പ്രശ്നങ്ങൾ വരാം. അത് ആളുകളുടെ അപകർഷതാബോധമാണ്. കാരണം ഒരേ പൊസിഷനിൽ നിന്ന് നിങ്ങൾ ഉയരത്തിലേക്ക് പോകുമ്പോൾ അപ്പോൾ അതൊന്നും മുഖവിലേക്ക് എടുക്കേണ്ടതില്ല. അങ്ങനെയാണ് ചില ബന്ധങ്ങൾ ഒഴിവാക്കി പോകുന്നു, പുതിയ ബന്ധങ്ങൾ വരുന്നു എന്നുള്ളതും പറയാം. അത് ജീവിതത്തിൻ്റെ ഭാഗമാണ്. അത് ചില സമയങ്ങളിൽ നമുക്കൊന്നും ചെയ്യാൻ പറ്റാത്ത കാര്യങ്ങളാണെന്ന് മനസ്സിലാക്കി മുന്നോട്ടേക്ക് പോകാൻ ലൈഫ് മസ്റ്റ് ഗോ ഓൺ. അത്
ഈ ഒരു സിറ്റുവേഷനിൽ വരുന്ന മറ്റൊരു കാര്യമാണ്. വിദേശത്ത് ജീവിക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം പൊതുവിൽ ഒരു സുഖദുഃഖ സമ്മിശ്രമായിട്ടുള്ളൊരു ഫലമാണ് പൊതുവെ കാണിക്കുന്നത്. വിദേശത്തേക്ക് പോകാൻ ആഗ്രഹിക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം സാധ്യതകളുണ്ട്, പക്ഷേ നിങ്ങൾ അതിന് ഒത്തിരി ഫൈറ്റ് ചെയ്യേണ്ടി വരുമെന്ന് മാത്രം. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് പറയാനുള്ളത്. വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. എല്ലാവർക്കും നന്ദി, നമസ്കാരം.